What happened, Ryan? My pen. Monkey pen കാണാനില്ല. Monkey pen? You lost it? Rama, monkey pen is missing. എന്താണ് ഈ monkey pen? അതൊക്കെ പിന്നെ പറയാം. അത് ആദ്യം എവിടെ നിന്ന് കണ്ടുപിടിക്കട്ടെ. ഇനിയെങ്കിലും പറയടാ, ഈ monkey pen എന്താ ഇത്ര സ്പെഷ്യാലിറ്റി? പറയടാ, അവന്റെ ആഗ്രഹം കൊണ്ടല്ലേ. അതൊക്കെ പിന്നെ പറയാം. വന്ന കാര്യം മറന്നോ? പറഞ്ഞേക്കടാ, ഇവരോടെല്ലാം നമ്മൾ പറഞ്ഞതല്ലേ. ഇനി ഇത് മാത്രമായി ബാക്കി വെക്കണ്ട. ബാക്കി പോസ്റ്റർ അല്ലേ, അത് ഞങ്ങൾ ഒട്ടിച്ചോളാം. ഹാവ് യു ഹേർഡ് അബൌട്ട് റോബർട്ട് ബ്രിസ്റ്റോ? ഇല്ല. വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് കേട്ടിട്ടുണ്ടാ? പോ പോ. In the beginning of 20th century, മദ്രാസ് പ്രസിഡൻസി ഭരിച്ചിരുന്ന ഗവർണർ ലോർഡ് വില്ലിംഗ്ടന്റെ ആഗ്രഹപ്രകാരം നമ്മുടെ കൊച്ചിയിൽ ഒരു ഇന്റർനാഷണൽ ഷിപ്പിംഗ് പോർട്ട് നിർമ്മിക്കാൻ വന്ന ഹാർബർ എഞ്ചിനീയർ ആയിരുന്നു റോബർട്ട് ബ്രിസ്റ്റോ. അന്ന് ബ്രിസ്റ്റോ തന്റെ ഡയറിയിൽ എഴുതി, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ലാർജ് ഐലൻഡ് മെയ്ഡ് ഫ്രം ദി ബോട്ടം ഓഫ് അറേബ്യൻ സീ. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ മാൻമെയ്ഡ് ഐലൻഡിന് ബ്രിസ്റ്റോ ഒരു പേരും നൽകി, വില്ലിംഗ്ടൺ ഐലൻഡ്. Absolutely. How long is it going to take? Motri, get some water. So this is going to be the first man-made island in India. Lord Wellington wants it to be exactly like this, but we've never done anything like this before. I don't know how long it's going to take. Sir, I am Mutri, not Murti. Motri. Murti. Motri. Murti. Motri. Murti. Motri! Should I change the appointment to Tuesday? Okay. I'll have to refer to my textbook to see if this project is sustainable. If not, I'm going to have to take investments from other people. And if not, I'll have to come back on Tuesday and meet with Mr. Johnson. I'll have to come back on Tuesday and set an appointment with Mr. Murray. And after that, all our issues should be solved. I was sitting down in Kochi Fort and two guys approached me on a moped wondering if I was going to do a dub. What are you doing? Are you? പാവം മൂർത്തി അപ്പൂപ്പൻ. എല്ലാവരും ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷെ അത് കണ്ടപ്പോ ബ്രിസ്റ്റോ ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു. മൺസൂൺ കാലത്ത് വേമ്പനാട്ട് കായലിലെ ഒഴുക്ക് കൂടും. അത് ഐലൻഡിന്റെ നിലനിൽപ്പിന് ബാധിക്കില്ലേ? ആ കഷന്റെ തല എത്ര പോഞ്ഞിട്ടും ഒരു വഴിയും തെളിവില്ല. അങ്ങനെ ഇരിക്കെ ബ്രിസ്റ്റോയെ തേടി ആ സമ്മാനം വന്നു. Sir? What's this? നൂറ്റാണ്ടുകൾ
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഇറ്റാലിയൻ പൈലറ്റ് കപ്പലിൽ ചാർട്ട് വർക്കിന് ഉപയോഗിച്ചിരുന്ന മങ്കി പെൻ എന്ന മാജിക് പെൻ. Dear Mr. Bristow, I'm Tom Samsung. I'm sending you a gift of a pen. This is no ordinary pen, it's a monkey pen. It was created നമുക്ക് എഴുതാൻ പറ്റാത്ത കാര്യങ്ങളിലും sure it's going to help. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലും മങ്കി പെൻ നമ്മളെ സഹായിക്കത്രേ. ഈ കൊരങ്ങച്ചൻ വേണമെങ്കിൽ എന്ത് മാജിക് കാണിക്കാനാ? Hey! അന്ന് മൂർത്തിയപ്പൂപ്പൻ കാലിലെ തണുപ്പ് ശരിക്കും അറിഞ്ഞു. ആക്ഷി. ആക്ഷി. ഇയാൾക്ക് കൊരങ്ങന്മാർ എത്രയ്ക്ക് ഇഷ്ടമാണോ? Yes, I like monkeys. ഇയാള് മലയാളമൊക്കെ പഠിച്ചോ? Mutri, do you know why I appointed you as my servant? ആക്ഷി. Because your face looks like a monkey. Exactly. മങ്കി പെൻ സഹായിക്കുമെന്ന് ബ്രിസ്റ്റോ ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും മങ്കി പെൻ ഒരു അത്ഭുതം കാണിച്ചില്ല. മൂർത്തിയപ്പൂപ്പൻ പറഞ്ഞ പോലെ ഒരു കൊരങ്ങച്ചൻ മേന എന്ത് മാജിക് കാണിക്കാനാ? അടുത്ത ദിവസം ബ്രിസ്റ്റോ കണ്ണു തുറന്നു നോക്കുമ്പോൾ മാപ്പിൽ ചില മാറ്റങ്ങൾ. അത്ഭുതത്തോടെ ഞെട്ടലോടെ ബ്രിസ്റ്റോ അലറി വിളിച്ചു. എടാ ദുഷ്ട എന്താ കണ്ടത്? വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ടൈം. റോളി പോളി ബേക്കിനുള്ള മിക്സ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ മിക്സ് നമുക്ക് 5 മിനിറ്റ് ഓവനിൽ വെക്കാം. ഈ ബേക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുട്ട, പാല്, മൈദ, ബ്രെഡ്, മിൽക്ക് മെയ്ഡ് ഇതൊക്കെയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഡിഷാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഡിഷാണിത്. ഈ ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടത് റേസിൻസ്, ട്യൂട്ടി ഫ്രൂട്ടി, കസ്കസ്, നട്ട്സ് ഇതെല്ലാം നമുക്ക് വെക്കാം. കാണാൻ ഭംഗിയുള്ളപ്പോ അത് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ആ ബത്തൊക്കെ നീ ഇപ്പൊ തിന്നിട്ടല്ലേ ഉള്ളൂ, അപ്പേക്കും വിശന്നോ? നമ്മുടെ ഡിഷ് ഏകദേശം ഓവനിൽ എടുക്കാം. റോളി പോളി ബേക്ക് റെഡി. നാവിൽ കണ്ടാ നീ ഉമ്മാനെ കണ്ടുപിടി. റെഡി. ഇന്നത്തെ ടേസ്റ്റി റോളിപോളി ബേക്ക് എനിക്ക് ഉണ്ടാക്കി തരോ? ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് ആയിരിക്കുമല്ലേ, എന്നാ ദേ റെനു അടിച്ചിട്ടുണ്ടല്ലോ. ഒരു റോളിപോളി ബേക്ക്. അപ്പന്റെ മോനല്ലേ, പറഞ്ഞിട്ടെന്താ കാര്യം? പൊളിപ്പിക്കും. അപ്പാ, അപ്പനെ കാണാൻ ആരെ പോലെ ഞാൻ പറയട്ടെ? ഞാൻ പറയാം. ദുൽഖർ സൽമാൻ. പിന്നെ ആരടാ? ഫഹദ് ഫാസില. പിന്നെ എന്നാ പിന്നെ നീ തന്നെ നമ്മള് കൂട്ടിക്കിടങ്ങും ജാക്കിയും പോലെ ഉണ്ട്. കൂട്ടിക്കിടക്കണ ജാക്കിനെ പോലെ. അപ്പൊ പിന്നെ നീ ആരടാ? ജാക്കിയുടെ കുഞ്ഞോ? അപ്പാ, അപ്പാ നീ അപ്പന്റെ പൊന്നുമല്ലടാ. അപ്പൻ ജാക്കി, നീ ജാക്കിയുടെ കുഞ്ഞു. ചേച്ചി ഷോർട്ടാണ്. ഇങ്ങനെ ചെയ്താലുള്ള പഠിച്ചോണ്ട് 10 മാസം വയറ്റി കൊണ്ടുപോയി നടന്നോ? പിന്നെ 50 ഏക്കറായിരുന്നില്ല ആ 10 ദിവസം അതിനുള്ളിൽ ചുരുളു പിടിക്കെടുക്കാൻ പെട്ട പാടി എനിക്കേ അറിയൂ. ഓനോട് എന്താ കാണിച്ചത് നിങ്ങൾ കണ്ടില്ല? നീ ഒന്ന് ചുമ്മാ ഇതൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ചെറുക്കിന് 2 ദിവസം ക്ലാസ്സിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ. എന്നാ പിന്നെ അടിച്ചോട്ടപ്പാ. കണ്ടോ നിങ്ങള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പഹയം പറയണ കേട്ടിനാ? അതൊക്കെ കേട്ടി. നീ ചെന്നേ അവരൊക്കെ വച്ചിട്ടുണ്ട് പഹയ. നീ എന്നാടാ വാരിട്ടെ?
അപ്പ ലവ് മാരേജ് ഈ നാനേനെ കിട്ടിയില്ലു. എന്ത് പറഞ്ഞാലും കണ്ടീന കേട്ടീന പോയിന. എന്നാ ചെയ്യാനടാ, പെട്ടുപോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും എങ്ങനെ വീണെന്ന് എനിക്ക് തിരിയാത്തത്. എങ്ങനെയുണ്ടേ മണം? സൂപ്പറല്ലേ? ഇതിനേക്കാളും കിടിലനൊരു മണം ഞാൻ +1 പഠിക്കുമ്പോൾ വന്നെൻ്റെ മോനെ. നല്ല ഇറച്ചിപ്പത്തിരിയുടെ മണം. അന്നു മുതൽ ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ അവൾക്കൊരു റെഡ് ബാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ ഇഷ്ടമാണ്, നാളെ ഇത് കൈ കെട്ടിക്കൊണ്ടുവരണമെന്ന്. അടുത്ത ദിവസം ഞാൻ അവളെ കാത്തു നിന്നു. ആണ്ടേ വരുന്നു നിന്റെ ഉമ്മച്ചി. എല്ലാ പ്രണയങ്ങളിലും വിസ്മയിപ്പിക്കുന്ന ഒരു കുസൃതി ഒളിഞ്ഞു കിടക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നായിരുന്നു. +2 കഴിഞ്ഞ ഉടനെ അവളെ പിടിച്ച് കെട്ടിച്ചു വിടുമെന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ അവളെ അങ്ങ് കെട്ടി. വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല? പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. ബട്ട് ദ റിയൽ പ്രോബ്ലം സ്റ്റാർട്ടഡ് ആഫ്റ്റർ 1 year. What was that, Appa? When I think about that problem, എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരുന്നത് ഒരു മുറി നിറച്ച തൊട്ടിലുകളാണ്. അതിലെ ഒരു തൊട്ടിലിൽ നിന്ന് ഒരു കുഞ്ഞി കാല് പുറത്തേക്ക് വന്നു. So Ryan Philip was born, right? അപ്പ ഞാനൊരു പ്രോബ്ലം ആണല്ലേ? അങ്ങനെ 19-ാം വയസ്സിൽ ഞാനൊരു അപ്പനായി. മക്കളെ വളർത്താനുള്ള മെച്യൂരിറ്റി ഒന്നും ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞ് കളിയാക്കിയവരോട് ഞാൻ പറയും, എൻ്റെ മോൻ റയാൻ അത്രയ്ക്ക് കുരുത്തക്കേടൊന്നും കാണിക്കാറില്ല. റയൻ ഫിലിപ്പ് RS. ആബ്സെൻസാ. രാമരമണ രാജീവനന്ദനൻ. ആബ്സെന്റ് സാർ. ഇന്നസെന്റ് P വർഗീസ്. ആബ്സെന്റ്. ജഹാംഗീർ R. ആബ്സെന്റ് സാർ. 4 എവിടെ ബോംബിടാൻ പോയതാണാവോ? 36 divided by 6. 6 into 6. എടാ പപ്പൻ വന്നടാ. 36. ഈ കാലം മറന്ന് നടിച്ച തൊലി പൊളിക്കല്ലോ. ആരൊക്കെയാ ഇത്? കേറി വാ മക്കളെ. കമിൻ കേറി വാ, അകത്തേക്ക് വാ. ഇതെന്താ മക്കളെ ഒരുമാതിരി പേടിച്ച്? നിങ്ങളുടെ ക്ലാസ്സില് ധൈര്യമായിട്ട് കേറി വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അവന്റെയൊക്കെ ഒരു കോലം, കഷ്ടം. സ്കൂളിലോട്ട് തന്നെയാണോടാ വന്നത്? അവന്റെയൊക്കെ ഒരു ഷർട്ടും കുറെ കറയും. കറ നല്ലല്ലേ സാറേ? ആണ്, വളരെ നല്ലതാ. പൊക്കോണം അവിടുന്ന്. നോൺസെൻസ്. ആഹാ, അപ്പോഴേക്കും 4 കൂടെ സിംഹാസനത്തിൽ കയറി ഇരുന്നോ? സാറുമാരോട് പോകാനേ പറഞ്ഞുള്ളൂ, ഇരിക്കാൻ പറഞ്ഞില്ല. All 4 of you on your toes. Yes sir. Silence. Up on the chair. Up. കണ്ടിട്ടൊരു പണിഷ്മെന്റ് ലുക്കിലല്ലോടാ. ആ കൈ കൂടെ പൊക്കിയത്. Hands up. And stay like this till evening. ഇനി എന്നൊക്കെ ലേറ്റ് ആയിട്ട് വരുന്നോ അന്നൊക്കെ നിനക്കുള്ള പണിഷ്മെന്റ് ഇതാ. Understood? Idiots. Yes sir. Shut up. Let's continue. And the reminder is 0. good. Next problem. 82 divide by 10. ഹോംവർക്ക് ചെക്ക് ചെയ്തോ? ഇല്ല, മറന്നുപോയി. 8 into 10. 80. സാർ ഹോംവർക്ക്. Oh yes,
I forgot. You collect all notebooks? Ryan Phillip, look straight, Ryan. സമയത്ത് സ്കൂളിലും വരില്ല, ഹോംവർക്കും ചെയ്യില്ല. നീയൊക്കെ എന്തിനാണ് കെട്ടി ഒരുക്കി ഇങ്ങോട്ട് വരുന്നത്? 5ാം ക്ലാസ്സിലായി, മൾട്ടിപ്ലിക്കേഷൻ പോലും അറിയില്ല. What is 9 into 4? What is 9 into 4? Answer me, Ryan. I asked you 9 into 4. ഞാൻ ഇതുപോലെ വല്ല റേയാൻ ബട്ടർഫ്ലൈ ആയിട്ടോ റേയാൻ ഉറുമ്പായിട്ടോ ജനിച്ചാൽ മതിയായിരുന്നു. സ്കൂളിൽ പോണ്ട, ഹോംവർക്ക് ചെയ്യണ്ട. ഉഫ്, എന്തിനാ ദൈവമേ നീ മനുഷ്യനായി സൃഷ്ടിച്ചത്? അതുകൊണ്ട് നിനക്കിപ്പോ എന്താ പറ്റിയേ? ആരാ? എല്ലാവരും കണക്കാ. ഒരു 10,000 പ്രാവശ്യം വിളിക്കും, എന്നിട്ട് നേരിട്ട് കാണുമ്പോ ചോദിക്കും ആരാണ്. ഗോഡാണോ? അപ്പൊ ഗോഡ് ഇങ്ങനെയാണോ? ആക്ച്വലി നിന്റെ പ്രശ്നം എന്താ? ഞാൻ ഇങ്ങനെ ആയതാണോ, അതോ നിന്നെ മനുഷ്യനാക്കി സൃഷ്ടിച്ചത് എന്തിനാണെന്നോ? എനിക്കൊരു പ്രശ്നവുമില്ല. ഓ, നിന്നെ ഞാൻ മനുഷ്യനാക്കി സൃഷ്ടിച്ചത് എന്തിനാണ് എന്നുള്ളതിന്റെ ഉത്തരം ഇതിലുണ്ട്. ഇനി നീ ഹോംവർക്ക് ചെയ്യാതെ ഇങ്ങോട്ട് വന്ന I am telling you, you had it. നോക്കുന്നുണ്ടില്ലേ idiot. Go now.